മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഇന്നലത്തെ വൈദ്യരുടെ ശ്രമം പൂർണ്ണമായിട്ടും വിജയിച്ചു. ഇപ്പോഴെന്റെ 2 കാലിലെ മുട്ടുവരെ തൊട്ടാൽ അറിയാൻ പറ്റുന്നുണ്ട്. നീ നിന്റെ അടുത്ത് അവസാനമായിട്ട് പോയെന്ന് കാണ്. അവളുടെ മുമ്പിൽ നീ നന്നായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാ നിനക്ക് മാറ്റമുണ്ടെന്ന് അവള് വിളിച്ച് കണ്ണന്റെ അടുത്ത് പറയും. കണ്ണേട്ടനോടും കമ്പനിയോടും കൂറ് കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ആരുടെ മുന്നിലും തല കുനിച്ച് നിൽക്കേണ്ടി വരില്ല. അവൾക്കൊരാപത്തുണ്ടാവുന്നതിന് മുൻപ് അവളൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ച് അവളുടെ ശത്രുക്കളൊക്കെ അവളെ പോയി കാണുക. നിങ്ങളൊക്കെ സ്വപ്നം കാണുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതെന്താ നടക്കാത്തത്? അങ്ങനെ നടക്കണമെങ്കിലേ നമ്മുടെ മനസ്സിനകത്ത് കുറച്ചെങ്കിലും നന്മ വേണം. ആ, അപ്പൊ എന്റെ മനസ്സിൽ നന്മയില്ലാന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതേപ്പറ്റിയൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എടി മോളെ, എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താന്ന്. എടി, നീ എടുപ്പത് സ്ത്രീധനായിട്ട് വരാത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്റെ അമ്മ നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. മോളെ, നിനക്കത് വലിയ തലവേദന ആയിരിക്കുക. ദാ, അതിനൊക്കെ ഉള്ളൊരു പരിഹാരം ഞാൻ കണ്ടു കഴിഞ്ഞു. എന്താ, നിനക്ക് വിശ്വാസമായില്ലേ? എന്നാ ഇന്നത്തോടെ എന്നെ നിന്നെയൊക്കെ ബാധിച്ചിരിക്കുന്ന വലിയൊരു തലവേദന ഒഴിഞ്ഞു പോവാൻ പോവാ. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ തലവേദന നീയാടാ. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ പിന്നെ നമ്മുടെ സമയമാണ് ഭാര്യ അങ്ങോട്ട് തെളിയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് നമുക്ക് കുട്ടികളൊന്നും വേണ്ട, അതിന് കുറച്ച് സമയം കൊടുക്കാവുന്ന. നിന്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ടടാ, നിന്നെ പോലും വേണ്ട. ഓരോന്നാലോചിച്ച് കൂട്ടാതടി മുത്തേ, നിന്നെ ഞാൻ സ്വർണ്ണപ്പല്ലയ്ക്ക് കൊണ്ട് നടത്തും. ദേ, മഹാലക്ഷ്മി എന്ന് പറയുന്നവളെ നിന്റെ തറവാട്ടിന്ന് തൂത്തെറിഞ്ഞു കഴിഞ്ഞ ഒരിക്കലും ഏട്ടത്തി അങ്ങനെ തൂത്തെറിയാനൊന്നും പറ്റില്ല. നീ ഇപ്പം മൊത്തത്തിലങ്ങ് നെഗറ്റീവ് ആണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്. അവര് കല്യാണം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷമുള്ള സംഭവങ്ങളൊക്കെ എന്റെ മനസ്സിനകത്തുണ്ട്. അതൊക്കെ വെച്ചിട്ടാ ഞാൻ ഈ പറഞ്ഞത് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അവരെ കൂടെ ദൈവമുണ്ട്. ഓ, ആ പൂജാമുറിയിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തെ കുറിച്ചായിരിക്കും നീ വീണ്ടും പറയുന്നത്. ആ വിഗ്രഹം കർണയെടുത്ത് എടുത്ത് ആറ്റിലെറിഞ്ഞതാ ഉണ്ണീടിനോടൊപ്പം പോയിട്ട്. എന്നിട്ട് വീണ്ടും അത് അവരുടെ കയ്യിൽ എങ്ങനെയാ വന്നത്? ആ വിഗ്രഹത്തിന് എന്താ കൈയും കാലും ഉണ്ടോ? അതായത് അവൾ 6 ഇന്ദ്രിയമുള്ള പെണ്ണാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ചെയ്താ നീ എന്ത് ചെയ്യും? എടി, നീ എന്റെ ഭാര്യയല്ലേ, അതുകൊണ്ട് നീ തൽക്കാലം ഒന്നും തരണ്ട. പക്ഷേ ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ നീ ആഗ്രഹിച്ചതൊക്കെ ഞാൻ കൊണ്ടുതരും. പിന്നെ നീ കോടികളുടെ പുറത്തായിരിക്കും ഇരിക്കുന്ന. എനിക്ക് കോടികളുടെ പുറത്തൊന്നും ഇരിക്കണ്ട. ഒരു ചെറിയ വീടായാലും മതി. വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു ഭർത്താവ് അടുത്ത് വേണം. എനിക്ക് അത്രേ ഉള്ളൂ. മോളിനി അതിര് കടന്നൊന്നും ചിന്തിക്കണ്ട. ദേ, നമ്മുടെ ജീവിതം പൂക്കാനും തളിർക്കാനും ഒക്കെ പോവാ. അങ്ങനൊരു പച്ചപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടായ അപ്പ ഞാൻ പച്ചക്കൊടി കാണിക്കാം. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട്. അതിനി അധിക സമയമൊന്നുമില്ല. കണ്ണനെ തളച്ചു കഴിഞ്ഞ പിന്നെ നമ്മളാ കമലേശ്വരം തറവാടും കമലേശ്വരം ബിസിനസ്സും ഒക്കെ ഭരിക്കാൻ പോകുന്നത്. ആ
ഞാനങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങുമായിരുന്നു. അപ്പൊ തന്നെ വിളി വന്നു. ഹലോ കണ്ണേട്ടാ, എന്തായി? ഞാനങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ വിളി വന്നേ. ദേ ഇറങ്ങാ. പെട്ടെന്നെങ്കിൽ പോരെ. ആ പിന്നെ എന്തേലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായോ? അടിക്കടി അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമോ? ധൃതിയില്ല, എല്ലാം സാവകാശം മതി. ഇത്രയെങ്കിലും പുരോഗതി ഉണ്ടായല്ലോ, അത് തന്നെ മഹാഭാഗ്യ. ശരി കണ്ണേട്ടാ, ഞാൻ ദേ ഇറങ്ങിക്കഴിഞ്ഞു. ഓക്കെ. വിളിയൊക്കെ കഴിഞ്ഞോ? ഞാൻ എത്രയും പെട്ടെന്ന് നടന്നു കാണണമെന്നാ അയാളുടെ ആഗ്രഹം. അത് അയാൾ മാത്രമല്ലല്ലോ, ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എന്റെ കണ്ണ, നമ്മൾ പഠിക്കുന്ന സമയത്ത് നിന്നെ ഏതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ? ഏതെല്ലാം ആയുർവേദ മരുന്നുകൾ നിനക്ക് തന്നതാ? അന്നതൊക്കെ നിന്റെ ശരീരത്തിൽ വേണ്ട രീതിയിൽ പിടിച്ചിരുന്നെങ്കിൽ നീ ഇപ്പൊ എഴുന്നേറ്റ് നടന്നേനെ. അതെങ്ങനെയാടാ? കൊണ്ടുവന്ന മരുന്ന് അതേപടിയല്ലല്ലോ എന്റെ ഉള്ളിലേക്ക് പോയത്. പിന്നെ ആ മരുന്നിനൊപ്പം വിഷം തന്ന് എന്നെ കൊല്ലാതിരുന്നത് മഹാഭാഗ്യം. ശരിയാടാ, അന്നത്തെ ആക്സിഡന്റിൽ നിന്റെ അച്ഛൻ പോയതുകൊണ്ട് പിന്നെ നിന്നെ കൊല്ലണ്ടെന്ന് അവർ കരുതിയിരിക്കും. അതുമാത്രമല്ലല്ലോ, അതിനുശേഷം നിനക്ക് തളർച്ചയുണ്ടായതുകൊണ്ട് ഇനി നിന്നെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ലെന്ന് അവരൊക്കെ കരുതി കാണും. അതിനിടയില് അവർക്ക് നിർബന്ധിച്ച് എന്നെ ഒരു കല്യാണം കഴിപ്പിച്ചു. അതവർക്കൊക്കെ വിനയാകുകയും ചെയ്തു. അതങ്ങനെ തന്നെ വേണോടാ. ഇപ്പൊ എനിക്ക് നല്ല സംശയമുണ്ട്, അന്നത്തെ ആക്സിഡന്റ് പോലും ഒരു കൊലപാതക ശ്രമം ആയിരുന്നോന്ന്. അതെടാ, നിന്റെ അമ്മാവനെന്നൊക്കെ പറയുന്നത് പണത്തിനും സ്വത്തിനും വേണ്ടിയിട്ട് ജീവിക്കുന്നവരാ. അതിനു വേണ്ടിയിട്ട് അയാൾ എന്തും ചെയ്യും. അങ്ങനൊരു സംശയം എനിക്കിതുവരെ ഇല്ല. എടാ, നിന്റെ അമ്മ മരിച്ചപ്പോ ഉടൻ തന്നെ അങ്ങേരുടെ പെങ്ങളെ കൊണ്ട് നിന്റെ അച്ഛനെ കല്യാണം കഴിപ്പിച്ചത് നിന്റെ അച്ഛനോടും നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. അവിടെയും കണ്ണ് സ്വത്തിലായിരുന്നു എന്നാ എന്റെ വിശ്വാസം. എന്തെങ്കിലും ആവട്ടെ, ഇനി ഏതായാലും അർഹിക്കാത്ത മുതല് അവരാരും തട്ടിയെടുക്കാൻ പോകുന്നില്ല. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യ. സുരേഷേട്ടാ, ആദ്യം നമുക്ക് അനന്തോട്ടന്റെ വീട്ടിലേക്ക് പോവാം. അവിടുന്ന് പിന്നെ അഗസ്ത്യകൂടത്തിലേക്ക് പോവാം. ശരി മാഡം. ശരി. അവള് പുലിമടയിലെത്താൻ സമയമായി. അവളുടെ കാറിനകത്ത് ഒരു ചെറിയ ക്യാമറ ഘടിപ്പിച്ചു. അതിലൂടെ അവള് പുറപ്പെടുന്നേക്ക് എനിക്കിതാ ഇവിടെ ഇരുന്ന് ഇതിൽ കാണാം. ഇപ്പൊ യാത്രയിലാണ്. ഏത് നിമിഷവും അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ അരികിലേക്ക് അവൾ എത്തും. ഇതിനു മുമ്പ് അവൾ മരിച്ചെന്ന് പറഞ്ഞ് നീയൊക്കെ ആഘോഷം നടത്തിയതാ. ഇത്തവണ മരിച്ചു കിടക്കുന്നവളെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാവൂ. ഇവിടെ ഇപ്പൊ ആഘോഷം നടത്താൻ പറ്റില്ലല്ലോ അച്ഛാ. അങ്ങനെ നമ്മൾ സന്തോഷിച്ച മറ്റുള്ളവർ സംശയിക്കില്ലേ? ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കാതെ ഈ സാഹചര്യം മുതലാക്കാനാ ഞാൻ നോക്കുന്നത്. നീ പ്രതാപനെ വിളിച്ച് വിവരം പറഞ്ഞായിരുന്നു? എല്ലാം അപ്പപ്പ വിളിച്ച് പറയുന്നുണ്ട്. അച്ഛാ, നമ്മുടെ കയ്യിൽ അധികം പണമൊന്നുമില്ലല്ലോ. മഹാലക്ഷ്മി മരിക്കുവാണെങ്കിൽ ആവശ്യപ്പെടുന്നതിൽ അപ്പുറം തരാമെന്ന് പ്രതാപൻ അങ്കിള് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ കയ്യിൽ പൂത്ത പണമുണ്ടടാ.
വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നടത്തി അയാൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പണമൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. അയാളുടെ മോടെയും പ്രധാന തലവേദന മഹാലക്ഷ്മി തന്നെയാ. തോമസ് വൈദ്യന്റെ ചികിത്സ കൊണ്ട് കണ്ണൻ എഴുന്നേറ്റ് നടക്കാനുള്ള സാധ്യത കൂടുതലാ. അങ്ങനെ എഴുന്നേറ്റ് നടക്കുന്ന കണ്ണൻ ഉറപ്പായും മഹാലക്ഷ്മിയുടെ പേരില് സ്വത്തിന്റെ പകുതി എഴുതി വെക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, പിന്നീട് അവൻ എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബനാഥനാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് അവനൊരു കുഞ്ഞ് ജനിക്കുമെന്നാ. അതാ നമ്മൾ ഒഴിവാക്കേണ്ടത്. അവനൊരു കുഞ്ഞുകൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാലണ സ്വപ്നം കാണാൻ പറ്റില്ല. അതല്ലെങ്കിലും പറ്റില്ല. മഹാലക്ഷ്മി ജീവിച്ചിരിക്കുമ്പോ. പിന്നെ ഒരു കാര്യം, അവളങ്ങ് പോയി കഴിഞ്ഞ പിന്നെ അനന്തരം അവന്റെ സങ്കടം മാറ്റാൻ അച്ഛനായിട്ടൊന്നും ശ്രമിക്കരുത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ലേ? ഇനി ഒരു കല്യാണം അവന് വേണ്ടി ആലോചിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. ആലോചിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് നടക്കരുത്. നമ്മൾ ആലോചിക്കുന്നു, നമ്മൾ തന്നെ അത് മുടക്കുന്നു. അച്ഛാ, ആ രീതിയിൽ വേണം ഇനി അങ്ങോട്ട് കാര്യങ്ങൾ പോവാൻ. എടാ, എന്നേക്കാൾ നന്നായിട്ട് നിനക്ക് കണ്ണനെ അറിയാവല്ലോ. മഹാലക്ഷ്മി പോയി കഴിഞ്ഞാൽ പിന്നീടൊരു കല്യാണത്തെ പറ്റി അവൻ ആലോചിക്കു പോലുമില്ല. നീ പറഞ്ഞ പോലെ പിന്നവൻ ചിറകൊടിഞ്ഞ അവസ്ഥയിലാകും. പിന്നെ ഒരു പെണ്ണും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നീ പറയുന്ന ഈ നിമിഷം, ഈ മുഹൂർത്തം അത് നടക്കണം. മഹാലക്ഷ്മിയുടെ മരണം ഉറപ്പുവരുത്തണം. പിന്നെ അതിനുശേഷം ഉണ്ടാകുന്ന തലവേദന ഒഴിവാക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. ആ തകർച്ചയിൽ നിന്ന് കണ്ണൻ പിന്നെ ഈ ജന്മം ഉയർത്തെഴുന്നേക്കില്ല. അതൊക്കെ എനിക്കറിയാച്ചാ. ഇത്രയും നാളും മരുഭൂമിയിലായിരുന്നു അവന്റെ ജീവിതം. ഒരുത്തി അപ്രതീക്ഷിതമായിട്ട് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടെ ആ മരുഭൂമിയിൽ മഴ പെയ്ത അവസ്ഥയാ. ഇപ്പൊ അവന്റെ ജീവിതം മെല്ലെ ഇങ്ങനെ തളർത്തു വരിക. അവന് നഷ്ടപ്പെട്ടതെല്ലാം അവൻ തിരിച്ചു പിടിക്കുക. അത് ഇന്നത്തോടെ അവസാനിക്കുക വച്ചാ. അവന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ദിവസമായി ഇന്ന്. ഒന്ന് പതുക്കെ തടവോ അമ്മേ. പേടിച്ചു പോയല്ലോ. ഞാൻ പതുക്കെയാ തിരുമിയത്. മനുഷ്യന്റെ ജീവൻ പോയി. പിന്നെ ഒരുത്തന്റെ മുഖം ഓർക്കുമ്പോ അറിയാതെ അങ്ങ് അമർന്നു പോയതാ. ഇങ്ങോട്ട് കൊണ്ടാ. എന്ന് വെച്ചാ അവരോടുള്ള ദേഷ്യം എന്റെ കൈ തീർക്ക. എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിലും കൈക്കും കാലിലും നടുവിനും ഒക്കെ വേദന, ഒടുക്കലത്തെ വേദന. അവന്റെ കയ്യേ ഇരുമ്പോലൊക്കെ പോലത്തെ കൈയാണെന്നല്ലേ നീ പറഞ്ഞ്. പിന്നെ എല്ലു പൊട്ടിയതിലേ വലിയ അത്ഭുതമൊന്നുമില്ല. ഇന്ന് കഴിഞ്ഞാലേ പിന്നെ മഹാലക്ഷ്മി ഇല്ല. അത് കഴിഞ്ഞാ പിന്നെ മാർക്കോയും. എടാടാ, പലരുടെയും പിന്നാലെ നടക്കാതെ ആദ്യം ആ ലക്ഷ്മിയെ കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ നോക്കടാ. പിന്നെ മാർക്കോക്കൊക്കെ മാർക്കിടാം. അവൻ ജീവനോടെ ഇരുന്ന ലക്ഷ്മിയുടെ ചോരയ്ക്ക് പകരം വിട്ടു അമ്മേ. എടാ, ഇവനൊക്കെ ഇത് എവിടുന്ന് അവതരിച്ചെന്നാ ഞാൻ ഓർക്കുന്നത്. അവൻ നിസ്സാരക്കാരനല്ലെന്നാ എനിക്ക് തോന്നുന്നേ. അവൻ ഉടുമ്പിന്റെ ചോര കുടിക്കുന്നവനാ. അതുപോലെ കരുത്ത്. അങ്ങനെയെങ്കിലേ ആ ചെറുക്കനോട് പറ, മേഘനാഥനോട് ലക്ഷ്മിയെ കൊന്നിട്ടേ ഏതെങ്കിലും പൊത്തിപ്പോയി ഒളിച്ചിരിക്കാൻ. അല്ലെങ്കിൽ ഈ മാർക്കോ എന്ന് പറയുന്നവനെ മേഘനെ കാലെ പിടിച്ച് വലിച്ചു കീറും. അതെന്തെങ്കിലും ചെയ്യട്ടെ. അതിന് നമുക്കെന്താ? നമ്മുടെ ഭാഗത്തോട്ട് മാർക്കോയുടെ ശ്രദ്ധ തിരിയായിരുന്നാ മതി. അതെ, ലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ച വാതിലും ജനലും ഒക്കെ അടച്ചൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അകത്തിരിക്കാൻ.
അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലടാ. എടാ, ലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ച നമ്മളെ തല്ലാനും കൊല്ലാനുമായിട്ട് ഇവിടെ ഒരുത്തി വാതിലുണ്ടല്ലോ മലർക്ക തുറന്നിട്ട് കൊടുക്കും. അവിടെ അമ്മച്ചി. അതുകൊണ്ട് നീ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ ഈ മരണാനന്തര ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് അങ്ങ് പോകാം. അല്ലെങ്കിൽ കുറച്ചു നാള് ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കാം. പെട്ടെന്ന് ഇവിടുന്ന് മാറി നിന്നാലേ പോലീസ് നമ്മളെ സംശയിക്കും. ഒന്നാമത് കണ്ണൻ്റെ ഒരു വക്കീല, അവന്റെ കൂട്ടുകാരനും വക്കീല. പിന്നെ പോലീസ് അന്വേഷണമൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും ആയിരിക്കില്ല നടക്കുന്നത്. ഈ സ്റ്റേഷനിലെ എസ് ഐ ആണെങ്കിലേ കണ്ണനോടും ഈ പറഞ്ഞ മാർക്കോടും ഒക്കെ കൂറുള്ള കൂട്ടത്തില. പ്രതാപ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തിനെങ്കിലും മുന്നിട്ടിറങ്ങുന്നുണ്ടെങ്കിൽ അത് നടക്കണം. കരുണമോള് പറയുന്നത് 100% സത്യ. എടാ, എത്ര തവണയാടാ നീ എല്ലാവരെയും ആശിപ്പിച്ചിട്ടുള്ളത്? ഇത്തവണ മേഘം പറഞ്ഞതുകൊണ്ട് ചിലപ്പോ നടക്കുമായിരിക്കും. നീയേ എന്റെ കൊച്ചു മരുമകനെ പോലെ ആയിക്കൊണ്ടിരിക്കുക, തനി കിഴങ്ങൻ. സത്യം പറഞ്ഞപ്പോ നോക്കി പേടിപ്പിക്കല്ലേടാ. കണ്ണിയെ കുത്തി പൊട്ടിക്കും. അതെ, ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001-9001-56, 8000-8001-20. ആരെ വിളിക്കുന്നേ? എന്റെ ഭാര്യ എവിടെത്തിയെന്ന് ചോദിക്കട്ടെ. ഇങ്ങനെ ഏതു നേരം വിളിക്കുന്നത് എന്തിനാടാ? മഹി ലേഖയും കൊണ്ട് ഇങ്ങോട്ടല്ലേ വരുന്നത്? എന്തായാലും ഞാൻ എന്റെ ഭാര്യയുടെ ശബ്ദം കേൾക്കുന്നോണ്ട് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. വിളിച്ചോ. ഹലോ കണ്ണേട്ടാ, എവിടെത്തി? യാത്രയില്ല. ഇനി ലേഖ്യം കൂട്ടിക്കൊണ്ടു വേണം വരാൻ. ഫുഡ് എന്തെങ്കിലും കൊണ്ടുവരണോ? പുറത്തുനിന്നുള്ള ഫുഡ് ഇവിടെ അനുവദിക്കത്തില്ലല്ലോ. ആ, തോമസ് സാറ് പറയുന്നത് പോലെ ചെയ്താ മതി. രണ്ടാളും കൂടെ പെട്ടെന്നൊന്ന് വരാൻ നോക്ക്. ഇവിടെ ഒരുത്തനാണെങ്കിൽ വെറുതെ ബോറടിച്ചോണ്ടിരിക്കുക. എനിക്കൊരു ബോറടിയുമില്ല. അനന്തേട്ടന് ഒരു ബോറടി ഇല്ലെന്നാണല്ലോ പറയുന്നത്. അതൊക്കെ അവൻ വെറുതെ പറയുന്നതാ. കളിക്കൂട്ടുകാരല്ലേ നിങ്ങള്? അപ്പൊ പിന്നെ ബോറടിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഞാൻ ദാ ഇപ്പൊ തന്നെ ലേഖ്യം കൊണ്ടങ്ങ് എത്താം. ശരിയിടോ. എടാ, കഞ്ഞിയോ മറ്റോ കഴിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ലേഖ റെഡിയാക്കി കൊണ്ടുവരായിരുന്നല്ലോ. അതിനുള്ള അനുവാദമൊന്നും തോമസ് സാർ തന്നിട്ടില്ലല്ലോടാ. കുറച്ച് കഞ്ഞി കുടിച്ചെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. ആകെ കൂടി ഇവിടെ കിടക്കുന്ന 5 ദിവസം. അത്രയും ദിവസം മഹി പറയുന്നത് പോലെ സാറ് പറയുന്ന കേട്ട് പോകുന്നതല്ലേ നല്ലത്. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇത് കർക്കിടക മാസാ. കുറച്ചു ദിവസം എനിക്ക് ഇവിടെ ഒന്ന് കിടക്കണം. നീ വരുമ്പോ ഞാൻ കൂടെ വരാം. കാലിന് ചെറിയ ചലനം ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. അന്ന് നിന്നെ ഇവിടെ കൊണ്ടുവരാൻ മഹി ഒരുപാട് പാടുപെട്ടായിരുന്നു. അയാളുടെ ആത്മാർത്ഥമായ പരിശ്രമവും പ്രാർത്ഥനയുമാ എന്നെ ഇപ്പൊ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള എന്റെ ജീവിതം നിനക്കറിയാലോ. നീ ലേഖയൊക്കെ ഇടയ്ക്ക് നാട്ടിലേക്ക് വരുമ്പോഴാ ഞാൻ മനസ്സോർന്നൊന്ന് ചിരിക്കുന്നത്. എന്നാ ഇപ്പോ എന്റെ മുമ്പിലൊരു ജീവിതമുണ്ട്. മഹിക്ക് ഒന്നിലധികം കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന് അയാളെ മിക്കപ്പോഴും കാണാറുള്ള ആ സിദ്ധയായ അമ്മ പറയുന്നത്. അങ്ങനെങ്കിൽ മിക്കവാറും എന്റെ ഈ തളർച്ചയൊക്കെ മാറുമായിരിക്കും. ഞങ്ങൾക്ക് ചിലപ്പോ 2 കുഞ്ഞുങ്ങൾ ജനിക്കുമായിരിക്കും. അങ്ങനെയെങ്കിൽ അതിലൊന്നിനെ എനിക്ക് തരണേടാ. ഒന്നിനെയല്ല, 2നെയും തരാം. എന്നിട്ട് ഒരു വീട്ടിൽ തന്നെ
ആ 2 കുഞ്ഞുങ്ങളെയും സ്നേഹിച്ച് നമുക്ക് ജീവിക്കാടാ. ജീവിതം അടിച്ചു പൊളിക്കാം. നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ കാര്യം? എന്തിനാ സുരേഷേട്ടാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? മര്യാദയ്ക്ക് എന്നെ തോമസ് ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ എത്തിച്ചോ. എളുപ്പ വഴിയെന്ന് പറഞ്ഞിട്ട് ആളും പേരും ഇല്ലാത്ത വീട്ടിലേക്കാണോ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.